വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമയിലൂടെ ദൈവവചനത്തിന്റെ രഹസ്യം നമ്മോട് പറയുന്നു. വിത്ത് ഒരേ തരമാണ്, പക്ഷെ മണ്ണാണ് ഫലം നിർണ്ണയിക്കുന്നത്. വഴിയരികിലും കല്ലുള്ള മണ്ണിലും മുള്ളിനടിയിലും വീണ വിത്തുകൾ ഫലം കാണുന്നില്ല. നല്ല മണ്ണിൽ വീണ വിത്ത് മാത്രം സമൃദ്ധമായി ഫലം കൊടുക്കുന്നു. വലിയ നോമ്പ് നമ്മുടെ ഹൃദയത്തിന്റെ മണ്ണ് പരിശോധിക്കുന്ന കാലമാണ്. ദൈവവചനം കേൾക്കുമ്പോൾ അത് ഉപരിതലത്തിൽ ആയി പോകുന്നുണ്ടോ? ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അത് വേരറ്റു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ലോകചിന്തകളും ആഗ്രഹങ്ങളും വചനത്തെ ഞെരുക്കിക്കളയുന്നുണ്ടോ? നോമ്പ് ഹൃദയം ഉഴുതെടുക്കുന്ന സമയമാണ്. പ്രാർത്ഥനയാൽ, ഉപവാസത്താൽ, അനുതാപത്താൽ. അപ്പോൾ വചനം നല്ല മണ്ണിൽ പതിയും. ഈ വലിയ നോമ്പിൽ നല്ല മണ്ണായ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കാം. അപ്പോൾ അവന്റെ വചനം 30, 60, 100 മടങ്ങ് ഫലം നൽകും.